2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലെത്തി. ഡൽഹി പാലം എയർപോർട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിച്ചു. പ്രോട്ടോകോൾ ഒക്കെ അതൊക്കെ മാറ്റിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിലെത്തി റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ക്രെംലിനിൽ നിന്ന് റഷ്യയിലെ മാധ്യമങ്ങളൊക്കെ അസാധാരണമായ നീക്കമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയത് എന്ന് അതിന് പിന്നാലെ അവിടെ റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്തു. ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം എന്ന് നിസ്സംശയം പറയാം. 2 ദിവസം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായാണ് വ്ളാദിമിർ പുടിന്റെ ഡൽഹി ഇന്ത്യ സന്ദർശനം. വിനീത വി.ജി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, നാളെയാണ് നയതന്ത്ര ചർച്ചകൾ നടക്കുന്നത്. ഇന്ന് അത്താഴ വിരുന്നുണ്ട്. പ്രധാനമന്ത്രി നൽകുന്ന അത്താഴ വിരുന്നിൽ പുടിൻ പങ്കെടുക്കുന്നുണ്ട്. ഇരുവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് വ്ളാദിമിർ പുടിനും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോയത്. വലിയ പ്രാധാന്യം നയതന്ത്ര തലത്തിലും ഒക്കെ ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വ്ളാദിമിർ പുടിൻ മോദി ഔദ്യോഗിക ചർച്ചകൾ നാളെ എപ്പോഴാണ്? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക പരിപാടികളൊക്കെ തന്നെ നടക്കുക. ഇന്ന് വൈകിട്ട് 6:30 കൂടിയാണ് അദ്ദേഹം ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലേക്ക്, സൈനിക വിമാനത്താവളമായ പാലം വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് എല്ലാവിധ പ്രോട്ടോകോളുകളും മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി വ്ളാദിമിർ പുടിനെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ശേഷം ഒരേ വാഹനത്തിൽ ഇരുവരും പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലെ വസതിയിലേക്കാണ് പോയിരിക്കുന്നത്. ഇന്നവിടെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനായി അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ മോസ്കോ സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിക്കായി ഇത്തരത്തിലേക്കൊരു അത്താഴ വിരുന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയും ഒരു അത്താഴ വിരുന്ന് നൽകുന്നത്. ഇരുവരും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് എത്തിയിട്ടുള്ളത്. അവിടെ വെച്ച് അത്താഴ വിരുന്ന് ഇന്നുണ്ടാകും. നേരത്തെയും ഒരേ വാഹനത്തിൽ ഇരുവരും ഈ നേരത്തെ ചൈനയിലൊക്കെ വെച്ച് നടന്ന ഈ ഷാങ്ഹായ് ഉച്ചകോടിയിലും ഇരുവരും ഇങ്ങനെ ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഒരേ വാഹനത്തിൽ ഇരു നേതാക്കളും സഞ്ചരിക്കുമെന്നുള്ള ചില സൂചനകളൊക്കെ ദേശീയ മാധ്യമങ്ങൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ പ്രോട്ടോകോളുകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ടെത്തി പുടിനെ സ്വീകരിക്കുകയും ശേഷം ഒരേ വാഹനത്തിൽ ഇരുവരും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. റഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികളൊക്കെ തന്നെ നാളെയാണ് ഉണ്ടാവുക. നാളെ രാവിലെ 11 മണിയോടുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി വ്ളാദിമിർ പുടിൻ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം അദ്ദേഹം രാജ്ഘട്ട് സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശേഷം ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിൽ ആരോഗ്യം, പ്രതിരോധം, കൃഷി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചേക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെയൊക്കെ ഭാഗമായി അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത്തരത്തിലേക്കുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളൊക്കെ നേരത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുമുണ്ടായിരുന്നു. നാളെ നടക്കുന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും പുടിൻ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മടങ്ങുക. അദ്ദേഹത്തിന്റെ രാജ്യം ഹൃദ്യമായ സ്വീകരണം തന്നെയാണ് നൽകിയിരിക്കുന്നത്. വിജയകുമാർ. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് നാളെയും നാളെ കഴിഞ്ഞുമാണ് അതിൻ്റെ ഔദ്യോഗിക പരിപാടികൾ നടക്കുന്നത്. ഇന്ന് അനൗപചാരിക ചർച്ചകളാണ്. വലിയ വ്യാപാര, വാണിജ്യ, നയതന്ത്ര കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നുണ്ട്. വ്ളാദിമിർ പുടിൻ്റെ കൂടെ ഒരു പ്രതിനിധി സംഘവും, അവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അവിടുത്തെ കേന്ദ്ര ബാങ്കിൻ്റെ ചെയർമാൻ എന്ന് പറയാവുന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘവും ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല, നയതന്ത്ര തലത്തിലും വാണിജ്യ രംഗത്തുമൊക്കെ വലിയ കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുന്നുണ്ട്. അമേരിക്കയുടെ വലിയ ഭീഷണിയും ഈ വിഷയത്തിൽ നിലനിൽക്കുമ്പോഴും അതിനെ വകവെക്കുന്നില്ല എന്ന സൂചന ഇന്ത്യ നൽകുന്നുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വ്യാഖ്യാനം ഈ ചർച്ചകൾക്കും ഈ കൂടിക്കാഴ്ചകൾക്കും ഈ കരാർ ഒപ്പുവെക്കലിനുമൊക്കെ ഉണ്ട് എന്നാണ് നയതന്ത്ര മേഖലയിലെ വിദഗ്ധരൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്നത്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.